നമസ്കാരം സർ. ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാണ് ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഹെഡ്ഗേവാർ? എന്താണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം? മീര, ഇത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ചില സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾക്ക് ഹെഡ്ഗേവാറിൻ്റെ പേര് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു. പാലക്കാട് നഗരസഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് KB ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു. അപ്പോൾ ആ തീരുമാനം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോളിളക്കം ഉണ്ടാക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാർ, BJP ഇതര രാഷ്ട്രീയമുള്ള ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ട് അവരുടെ അഭിപ്രായം പറയുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു മലയാളം ന്യൂസ് ചാനലിലുള്ള ഒരു അവതാരക, ലക്ഷ്മി പത്മ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ ഒരു BJP പ്രതിനിധിയോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഹെഡ്ഗേവാറിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിലുള്ള പങ്ക്? അദ്ദേഹം അന്ന് എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം പറയുന്നുണ്ട്. ഒപ്പം നിസ്സഹകരണ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എവിടെയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇത് വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് മാധ്യമ പ്രവർത്തനമുണ്ട്. അതായത് മാധ്യമ പ്രവർത്തകർക്ക് ചരിത്രബോധമുണ്ടായിരിക്കുക, അവർക്ക് അത്യാവശ്യം വായന ഉണ്ടായിരിക്കുക, അവർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഒരു വിഷയത്തിനെ അതിൻ്റെ മെറിറ്റിൽ സമീപിക്കുക, സത്യസന്ധത പുലർത്തുക തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ നമ്മൾ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഉയർന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് ജേർണലിസമാണ് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ഒക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഹെഡ്ഗേവാർ ആരാണ് എന്നോ ഹെഡ്ഗേവാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നോ ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് അശേഷം അറിവുണ്ട് എന്ന് തോന്നുകയില്ല. കാരണം അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്ത് ഹെഡ്ഗേവാർ എവിടെയായിരുന്നു എന്നാണ്. അതിൻ്റെ ശരിയായ ഉത്തരം, ഹെഡ്ഗേവാർ മരിക്കുന്നത് 1940-ലും ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942-ലുമാണ്. അപ്പോൾ ഹെഡ്ഗേവാറിൻ്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരപരിപാടിയിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹെഡ്ഗേവാറിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ മറന്നേക്കൂ. ഹെഡ്ഗേവാർ ആരായിരുന്നുവെന്നോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ഏതായിരുന്നു എന്നതിനെ പറ്റിയോ യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ലാതെയാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്നത് സുവ്യക്തമാണ്. അത് ഈ RSSകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ മരിച്ച ഒരാളിനെ പറ്റി വളരെ റെസ്പെക്റ്റ്ഫുള്ളി പറയുന്നത് സ്വർഗീയ എന്നൊരു വാക്ക് ചേർത്തുകൊണ്ടാണ്. ഇപ്പോൾ സ്വർഗീയ ഹെഡ്ഗേവാർ എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർ പറയുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതല്ലല്ലോ അവർ പ്രതീക്ഷിക്കുന്ന മറുപടി. അപ്പോൾ അവരാ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശം എന്നത്, ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഹെഡ്ഗേവാർ അതിലൊന്നും തന്നെ ഒരു പക്ഷേ പങ്കാളിയായിരുന്നില്ലല്ലോ എന്ന മട്ടിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള പ്രശ്നം, ഹെഡ്ഗേവാറിൻ്റെ ജീവിതകാലത്തിനെ പറ്റി പോലും അറിയില്ല, ക്വിറ്റ് ഇന്ത്യ സമരം നടന്നിരിക്കുന്നത് ഏത് സമയത്താണ് എന്നതിനെപ്പറ്റി അറിയില്ല, മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഒരാളിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്നതാണ് എന്ന സങ്കല്പത്തിൽ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം, നിസ്സഹകരണ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഈ നിസ്സഹകരണ സമരം ബ്രോഡ്ലി ആദ്യത്തെ തവണ നടക്കുന്നത് ഒരു മേജർ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നടക്കുന്ന 1919-22 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഹെഡ്ഗേവാർ ചെയ്തിരുന്ന കുറേയധികം പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാഗ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ് പ്രവർത്തിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാനായിട്ടുള്ള ഒരു സമയമാണ്. കുറേയധികം ആൾക്കാർക്ക് അതിൽ എതിർപ്പുണ്ട്. ഇപ്പോൾ വലിയൊരു ഹിന്ദു ബെൽറ്റായിട്ടുള്ള നാഗ്പൂരിൽ കുറേയധികം ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമില്ലാതിരിക്കുന്ന സമയത്ത് തൻ്റെ എതിർപ്പുകൾ പബ്ലിക്കായിട്ട് ഗാന്ധിയെക്കുറിച്ച് പബ്ലിക് ക്രിറ്റിസിസം നടത്താതെ, എന്നാൽ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് നിസ്സഹകരണ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് ഹെഡ്ഗേവാർ. അന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പല പ്രവർത്തനങ്ങളിൽ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള, വളരെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വിമർശനാത്മകമായിട്ടുള്ള പ്രസംഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലയളവിലാണ് അദ്ദേഹം നടത്തിയിരുന്ന 2 പ്രസംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ ദേശദ്രോഹ കുറ്റം ചുമത്തുന്നതും അദ്ദേഹത്തിനെ ട്രയലിന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുന്നു, എന്തിനാണ് ഈ പ്രസ്താവനകളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്, പ്രൊവക്കേറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ രാജ്യം ഭരിക്കേണ്ടത് വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സങ്കല്പത്തിലാണ് അദ്ദേഹം പറയുന്നത്. വളരെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ അവസാനം ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജഡ്ജ് കണ്ടെത്തുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ 2 പ്രസംഗങ്ങൾ ദേശദ്രോഹപരമാണ് എന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിനെ ട്രയൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിലും അതിനേക്കാൾ ദേശദ്രോഹപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ന് കണ്ട് മറ്റു വിശദീകരണങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാതെ റെഡിലി
അദ്ദേഹത്തിന് വലിയ രീതിയിൽ, അതായത് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് 1 വർഷത്തേക്ക് കഠിന തടവ്. അങ്ങനെ 2021 പോയിരിക്കുന്ന അദ്ദേഹം 2022 ജൂലൈ മാസത്തിലാണ് 1 വർഷത്തെ തടവിന് ശേഷം ജയിൽ മോചിതനാകുന്നത്. അപ്പോൾ അങ്ങനെ ജയിൽ മോചിതനായി വരുന്ന സമയത്ത് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി ഒരു വലിയ സ്വീകരണം കൊടുക്കുന്നുണ്ട്. ആ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ഹക്കീം അജ്മൽ ഖാനാണ്. ഒപ്പം അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് മോത്തിലാൽ നെഹ്റുവാണ്, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവാണ്. അപ്പോൾ അങ്ങനെ ഈ നിസ്സഹകരണ സമരകാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി രണ്ടും, അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നും ഈ 1919-22 കാലഘട്ടത്തിൽ അദ്ദേഹം സജീവ പോരാളിയായി പ്രവർത്തകനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു എന്നതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള എലിമെൻ്ററി നോളജ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ അബദ്ധത്തിലുള്ള ചോദ്യം ഒഴിവാക്കുമായിരുന്നു. തന്നെയുമല്ല 1919 അമൃത്സറിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനം, 20 നാഗ്പൂരിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനം, ഇവിടെ എല്ലാം തന്നെ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നതിനെക്കുറിച്ചും ഇവർക്ക് കാര്യമായ അറിവുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒക്കെ തന്നെ ആ സമയത്ത് പറയുമായിരുന്നു. പിന്നെ ഈ 1922 കഴിയുമ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ തന്നെ സേവാദളുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തന രംഗത്തേക്ക്, വോളണ്ടറി പ്രവർത്തന രംഗത്തേക്കൊക്കെ തന്നെ ഡോക്ടർ ഹെഡ്ഗേവാർ മാറി പോകുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് എന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുത്തലുകൾ പറയുമ്പോൾ, അതായത് ഇതാണ് ചരിത്ര വസ്തുത എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മി പത്മയുടെ തന്നെ ഒരു വിശദീകരണം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് വീണ്ടും അവർക്ക് ചരിത്ര വായനയിലുള്ള പോരായ്മകളെക്കുറിച്ച് റിവീൽ ചെയ്യുന്ന തരത്തിലാണ് അവരുടെ വിശദീകരണം. അതിൽ ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്, അതായത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹെഡ്ഗേവാർ ജീവിച്ചിരുന്നില്ല എന്നുള്ളതിനെപ്പറ്റി താൻ മനസ്സിലാക്കാതെ ചോദിച്ചിരിക്കുന്നത് തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണ് എന്നവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഹെഡ്ഗേവാറിന് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്ക് എന്നാണ് അവർ പറയുന്നത്. RSS സ്ഥാപിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ചരിത്രവായന നടത്തിയിട്ടൊന്നും കിട്ടിയില്ല കാര്യമായിട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നത് സമ്മതിക്കുന്നുവെന്ന്. അപ്പോൾ ജയിലിൽ എന്തിനാണ് കിടക്കുക? വെറുതെ എന്തെങ്കിലും ഒരു പെറ്റി ക്രൈം ചെയ്തതിൻ്റെ പേരിലല്ലല്ലോ ജയിലിൽ കിടക്കുക. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിലിൽ കിടന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷവും ഒരു വിശദീകരണം ഇറക്കുന്ന സമയത്ത് അദ്ദേഹം എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ശരിയായ വിവരം സമ്പാദിച്ചിട്ട് പറയുന്നതാണ് ശരി, നല്ലത്. പക്ഷേ 6 മാസം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഏതാണ്ട് 21 മാസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സെഡിഷൻ എന്നുള്ള ഒരു കുറ്റം, ദേശദ്രോഹം എന്ന് ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹം 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് വനസത്യാഗ്രഹം നടക്കുന്നുണ്ട്. അപ്പോൾ ആ വനസത്യാഗ്രഹമൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിൽ പോകുന്നു. ഏതാണ്ട് 9 മാസമാണ് അന്ന് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. അത് ചരിത്രപരമായിട്ട് 2 അക്കൗണ്ട്സ് ഉണ്ട്. 21 മാസമെന്നും 23 മാസവുമാണ് അദ്ദേഹം ടോട്ടലി ജയിലിൽ കിടന്നത് എന്ന രീതിയിലത്തേക്കുള്ള കണക്കുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് 21 മാസം അദ്ദേഹം ജയിലിൽ കിടന്നതാണ്, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഉള്ളതാണ്. എന്നിട്ട് പിന്നീട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, സ്വാതന്ത്ര്യ സമരത്തിലുള്ള പ്രവർത്തനം എന്ന്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അദ്ദേഹം കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അന്നുള്ള വളരെ വിഖ്യാതമായിട്ടുള്ള ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്ന, അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്ന അനുശീലൻ സമിതി പോലെയുള്ള, യുഗന്ധർ പോലെയുള്ള സംഘടനകളിലൊക്കെ തന്നെ ചേർന്ന് ആദ്യകാലത്ത് വിപ്ലവ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു നേതാവാണത്. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള നിരവധി പ്രസംഗങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്താൻ കാരണമായിരുന്ന നിരവധി പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ അദ്ദേഹം കുറേയധികം ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഈ ലീഫ്ലെറ്റുകളൊക്കെ തന്നെ, ഇതിൻ്റെ കോണ്ടൻസ് ഒക്കെ തന്നെ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചതാണ്. അപ്പോൾ നിരോധിച്ചു എന്ന് കരുതി മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് നിരോധിച്ചിരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വീണ്ടും പ്രിൻ്റ് ചെയ്തിട്ട് അതിനെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. സ്വരാജ് എന്ന് പറയുന്ന, നമ്മുടെ രാജ്യം നമ്മളാൽ തന്നെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്നുള്ള ധാരണയിൽ സ്വരാജ്, അതേപോലെ സ്വദേശി, ഈ മൂവ്മെൻറ്റിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള പ്രചരണ പദ്ധതികളിൽ വളരെ കാര്യമായിട്ടുള്ള പങ്കുവഹിച്ചയാളാണ് അദ്ദേഹം. അതേപോലെ തന്നെയാണ് ലോകമാന്യ തിലകിൻ്റെ പല ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഹോം റൂൾ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വോളണ്ടറി പ്രവർത്തനം ഉണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വലിയ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും കോടതിയലക്ഷ്യം ഉൾപ്പെടെയുള്ള പല കുറ്റങ്ങളും അദ്ദേഹത്തിന് മേൽ ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാഗ്പൂരിലുള്ള നിരവധി നിസ്സഹകരണ സമരങ്ങൾ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ യോജിപ്പില്ലാതിരുന്ന ഒരു കാലത്ത് പോലും ആ സമരങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം അവിടെയുള്ള പ്രസംഗങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അദ്ദേഹം ശ്രമിച്ചതാണ്. പിന്നെ EMS നമ്പൂതിരിപ്പാട് തന്നെ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്,
RSS സ്ഥാപിച്ച ശേഷമാണെങ്കിൽ പോലും അതിനുശേഷമുള്ള 5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെടുന്നു, ഇൻക്ലൂഡിങ് ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിലുള്ള പങ്കാളിത്തം പോലും പറയുന്നുണ്ട്. അതുകൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് അദ്ദേഹം അറസ്റ്റിലാകാൻ കാരണമായിട്ടുള്ള വനസത്യാഗ്രഹം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കുക, അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണ്. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള എലമെൻ്ററി നോളജും ഇല്ലാതെ ഈ ആൾക്കാരെയൊക്കെ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതൊരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അത് അങ്ങേയറ്റം അബദ്ധമാണ്. ആ അബദ്ധത്തെ തിരിച്ചറിയുക, ആ അബദ്ധത്തെ തിരിച്ചറിയാതെ അതിൻ്റെ പുറത്ത് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ല എന്ന മട്ടിൽ വീണ്ടും ഇതേ പ്രസ്താവനകൾ ആവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര വായനയോട് എന്തോ ഒരു താല്പര്യമില്ലായ്മയുണ്ട് എന്ന് മാത്രമേ പൊതുസമൂഹത്തിന് തോന്നുകയുള്ളൂ. ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകാം, നമുക്ക് RSSനെ ഇഷ്ടമല്ലെങ്കിൽ വിമർശിക്കാം, ഹെഡ്ഗേവാറിനെ ഇഷ്ടമല്ലെങ്കിൽ വിമർശിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ ഭരണഘടനാ നിയമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടുള്ള വസ്തുതയെ അപനിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് എന്തുകൊണ്ടാണ് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെയുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലുള്ള പങ്കിനെ പറ്റി പറയുന്നത്? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിന് ആ രാഷ്ട്രീയങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടായിട്ടല്ല, മറിച്ച് ഫാക്ട് ഈസ് എ ഫാക്ട്. അദ്ദേഹം ഈ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ? വനസത്യാഗ്രഹത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ അതൃപ്തിക്ക് പാത്രമായിട്ടുണ്ടോ? ഉണ്ട്. തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ജുഹു ബീച്ചിൽ കപ്പലണ്ടി വിറ്റതിനല്ലല്ലോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതിശക്തമായിട്ടുള്ള പല കാര്യങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെതുണ്ട്. ആ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ അതിനെ നിരുത്തരവാദപരമായിട്ട് സമീപിക്കുക എന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ചേരുന്ന പണിയല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി വേണ്ടുന്ന തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകണം എന്നുള്ളത് എൻ്റെ നിർദ്ദേശം പോലുമല്ല, എൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ മാധ്യമപ്രവർത്തകർ കാരണമാകരുത് എന്നുള്ളത് അവർക്ക് തന്നെ ഉണ്ടാകേണ്ടുന്ന ഒരു തിരിച്ചറിവും ചിന്തയുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.